സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. സ്നേഹിക്കുന്നവൻ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:34. പുരോഹിതൻ്റെ മുഖമുദ്രയാണ് സ്നേഹം. അതുതന്നെയാണ് അവൻ്റെ ഹൃദയഭാവവും. അവൻ്റെ ഗുരുവും നാഥനുമായ യേശു തൻ്റെ പ്രബോധനങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ 2 കൽപ്പനകളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളും ഏറെ സമർപ്പണത്തോടും ആത്മാർത്ഥതയോടും കൂടെ ജീവിക്കുന്നവനാണ് പുരോഹിതൻ. തൻ്റെ മാനുഷിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പുരോഹിതൻ ദൈവത്തെ തേടുകയും അവിടത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. തൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന് താൻ അദൃശ്യനല്ലെന്നും അവിടുന്ന് എപ്പോഴും തൻ്റെ കൂടെയുണ്ടെന്നും അവൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഓരോ നിമിഷവും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അന്തരാത്മാവിൽ അവിടുത്തെ സ്വരം ശ്രവിച്ച് അവിടുത്തെ ഹിതമന്വേഷിച്ചും പൂർത്തിയാക്കിയും അവൻ ജീവിക്കുന്നു. ദൈവമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം. ദൈവത്തെ മാറ്റി നിർത്തി അവന് തൻ്റെ അസ്തിത്വത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ദൈവം തന്നെയാണ് അവിടുത്തെ സ്നേഹിക്കാനുള്ള കൃപാവരം അവന് നൽകുന്നത്. ദൈവത്തോടുള്ള പുരോഹിതൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മൂർത്തഭാവമാണ് സഹോദരങ്ങളോടുള്ള അവൻ്റെ സ്നേഹം. ദൈവം അവനിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ബാധ്യതകളില്ലാതെ സഹോദരങ്ങളെ സ്നേഹിക്കുക. സ്നേഹം തിരിച്ചു കിട്ടണം എന്ന മാനുഷിക ആഗ്രഹങ്ങൾക്കും അപ്പുറം കടന്ന് സ്നേഹിക്കുക. പുരോഹിതൻ്റെ സ്നേഹവലയം വളരെ വിശാലവും വിസ്തൃതവുമാണ്. അവന് താൽപ്പര്യമുള്ളവരോ അവനോട് സ്നേഹപൂർവ്വം പെരുമാറുന്നവരോ മാത്രമല്ല അതിലുൾപ്പെടുന്നത്. ആ വലയത്തിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളും മുതിർന്നവരും സമപ്രായക്കാരും പുരുഷന്മാരും സ്ത്രീകളും വിവിധ ദേശക്കാരും വ്യത്യസ്ത മതവിശ്വാസികളും നിരീശ്വരവാദികളുമെല്ലാം ആ സ്നേഹവലയത്തിലുണ്ട്. അപ്രകാരം എല്ലാവരുടെയും മിത്രമായ പുരോഹിതന് ആരും അന്യരല്ല, ആരും ശത്രുക്കളുമല്ല. അവനെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി സ്വരമുയർത്തുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതും സ്നേഹത്തിനു വേണ്ടി തന്നെയാണ്. അനീതിയും ചൂഷണവും മൂലം തൻ്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും ക്ലേശമനുഭവിക്കുമ്പോൾ പുരോഹിതന് നിസ്സംഗനായി നോക്കിയിരിക്കാൻ സാധിക്കില്ല. അവർക്കു വേണ്ടി ശബ്ദിക്കാൻ അവൻ്റെ സ്നേഹം അവനെ നിർബന്ധിക്കുന്നു. നിസ്വാർത്ഥമായാണ് പുരോഹിതൻ സ്നേഹിക്കുന്നത്. തനിക്കെന്തെങ്കിലും കിട്ടണമെന്നോ തൻ്റെ എന്തെങ്കിലും കാര്യം നടക്കണമെന്നോ ആഗ്രഹിച്ച് അവൻ ആരെയും സ്നേഹിക്കുന്നില്ല. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവൻ സ്നേഹം പ്രകടിപ്പിക്കുന്നു.
പൗലോസ് അപ്പോസ്തലൻ്റെ സ്നേഹഗീതത്തിൽ പറയുന്ന ഭാവങ്ങളെല്ലാം അവൻ്റെ സ്നേഹബന്ധങ്ങളിലും കാണാം. അവൻ്റെ സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന അവൻ അസൂയപ്പെടുകയോ ആത്മപ്രശംസ ചെയ്യുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല. സ്നേഹിതർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് അവനത് സഹിക്കുന്നത്. സ്നേഹമാണ് അവനെ തൻ്റെ സഹയാത്രികരുമായി ബന്ധിപ്പിക്കുന്നതും കർത്താവിൻ്റെ വഴിയിലൂടെയുള്ള അവരുടെ യാത്ര സുഗമമാക്കുന്നതും. ധ്യാനം. സ്വസ്ഥമായിരുന്ന് സ്നേഹിക്കാനുള്ള വിളി നൽകി എൻ്റെ ജീവിതം ധന്യമാക്കിയ ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ സ്നേഹവലയം കാണാൻ ശ്രമിക്കുക. ദീർഘനാളായി അതിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ പ്രത്യേകം ഓർക്കുക. അവരെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഏറ്റവും വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ സ്നേഹത്തിൻ്റെ വിളി ജീവിക്കാനുള്ള അനുഗ്രഹം യാചിക്കുക.